ഹായ് ഫ്രണ്ട്സ്, ഇത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഞാനിന്ന് ഉണ്ടാക്കുന്നത് കല്യാണ വീട്ടിലെ മുളകച്ചാറാണ്. കഴിച്ചവർക്കറിയാം, നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. പിന്നെ ഇതിന് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക്, പിന്നെ പുളിവെള്ളം, ശർക്കരപ്പാനി, കായം, ഇത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ നമുക്ക് ഉലുവ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് മതി, ഇല്ലെങ്കിൽ നമ്മൾ ഈ സമയത്ത് തന്നെ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് പൊട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചിയും ഫ്ലെയിം കുറച്ചതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചെറിയ രീതിയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും. ചിലർ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഇടാതെ തന്നെ ഈ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ നമ്മൾ ചെറിയ രീതിയിൽ ചേർക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം മുളകും ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് വാടി വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് വാടുന്ന സമയത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ കൂടെ തന്നെ വാടിക്കണം. മുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇടാം കേട്ടോ. മുളക് വാടുന്നതിന് നന്നായിട്ട് മുളക് വാട്ടിയെടുക്കുക. പിന്നെ മുളക് വാടുന്ന സമയത്ത് ചെറുതായിട്ട് മുളക് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് വാട്ടിയെടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പില ഇട്ടിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒപ്പം തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ്. എരിവുള്ള മുളകാണെങ്കിൽ കുറച്ച് ഒരു 1/2 സ്പൂണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ പുളിവെള്ളം ആഡ് ചെയ്യാൻ ഞാനിപ്പോൾ പുളിവെള്ളം നല്ല തിക്കായിട്ടാണ് എടുത്തിട്ടുള്ളത്. ലൂസായിട്ട് നല്ല വെള്ളം കൂടുതലാണെങ്കിൽ നമ്മൾ അച്ചാർ കുറുകുന്നത് വരെ നമ്മൾ തിളപ്പിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നല്ല കുറുകിയ തന്നെ എടുക്കുക. പിന്നെ ശർക്കര ഞാൻ നേരത്തെ ഉരുക്കി വെച്ചതാണ്. അത് ഇതിലോട്ട് നമ്മൾ അരിച്ച് ചേർക്കുക കേട്ടോ. നമ്മൾ നേരിട്ട് ചേർക്കുന്ന സമയത്ത് അതിൽ കല്ലും പൊടിയൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അരിച്ച് ചേർക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം അരിപ്പയിലൂടെ നമ്മൾ അരിച്ച് ചേർക്കുക. എന്നിട്ട് ഇപ്പം അച്ചാർ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാലും നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളപ്പിച്ചതിൻ്റെ ശേഷം അച്ചാർ ഒന്നും കൂടെ കുറുക്കിയിട്ട് നമ്മുടെ കായം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കായപ്പൊടിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് അതിലേക്ക്, പിന്നെ ഞാൻ ഉപ്പിടാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം പാകത്തിന് ഉപ്പ്, ഞാൻ കല്ലുപ്പാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പാകത്തിന് ഉപ്പും കായും ചേർക്കുക. നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ബിരിയാണീൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഓക്കെ, താങ്ക് യു.